ഒരു കാലത്ത് സ്ത്രീകൾ പ്രസവം എന്ന് പറയുന്നത് വളരെ കൂടുതൽ പണ്ടൊക്കെ തമാശയായിട്ട് ചിലർ പറയുന്നത് കേൾക്കാം. ആ സ്ത്രീ അവളെ പ്രസവിച്ചിട്ട് പോയിരുന്ന് ആ 2 കിലോ അരി ഇടിച്ചു അവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ ഇത്ര നിസാരമായിട്ട് സ്ത്രീകൾ വളരെ എൻജോയ് ചെയ്തിരുന്ന ഒരു പ്രോസസ്സിനെ നിനക്കതൊക്കെ എങ്ങനെയാ സാധിക്കുന്നത്? അതെ, ഇവിടുത്തെ കുറെ ആശുപത്രികളും വന്ന് ഇവിടുത്തെ കുറെ രക്ഷകർത്താക്കളെ ഇതിങ്ങനെ പ്രഷർ കയറ്റി വെച്ച് അതാ നോക്കൂ മുറ്റത്തൊരു മൈന. എൻജോയ്മെന്റ് നിറഞ്ഞ പ്രോസസ് ആണെന്നുണ്ടെങ്കിൽ സ്ത്രീകളെ അമ്യൂസ്മെന്റ് പാർക്കിലോ സിനിമാ തിയേറ്ററിലോ പോയി അപ്പുറത്തെ റൂമിൽ പോയി പ്രസവിച്ചാൽ പോയി. ഞാൻ പറഞ്ഞല്ലോ ഒരു അബദ്ധം. അബദ്ധങ്ങളുടെ ഒരു ഘോഷയാത്ര തന്നെയാണല്ലോ നിന്റെ ജീവിതം. പേടിപ്പിച്ച് 9 മാസം ഇതിന് പ്രസവിക്കാനും പറ്റാതെ സിസേറിയനുമായി ആകെ കോംപ്ലിക്കേറ്റഡ് ആക്കി. എനിക്ക് ഛർദിക്കാൻ ഒരു തോന്നൽ. ഛർദിക്കാനോ? കൺഗ്രാറ്റുലേഷൻസ്. എന്തിന്? യു ആർ പ്രഗ്നന്റ്. മെജോറിറ്റി സ്ത്രീകളും ഹോസ്പിറ്റലിൽ ഡെലിവറി ചെയ്യുന്നത് കൊണ്ടാണ് ഞങ്ങൾ ഗൈനക്കോളജിസ്റ്റ് കിണഞ്ഞ് പരിശ്രമിച്ചിട്ട് തന്നെയാണ് ബ്രദർ. അത്രക്കുള്ള ബുദ്ധിയൊന്നും അതിനില്ലല്ലോ. നമ്മളിപ്പോ പ്രഗ്നന്റ് ആണ്. അപ്പൊ 2 കിലോ അരി ഇടിക്കാൻ നമ്മൾ പോവാറുണ്ട്. ഞാൻ എന്റെ ജാതകം ഒന്ന് നോക്കിച്ചാലോ എന്ന് ആലോചിക്കായിരുന്നു. എന്തിന്? ഈ മാനഹാനിയും ദ്രവ്യനഷ്ടം എത്ര കാലം കൂടി ഉണ്ടെന്ന് അറിയാനാ. ഞാനാണെങ്കിൽ 10 പ്രസവിച്ചിട്ടാ നിൽക്കുന്നത്. ഞാൻ 9ാമത്തെ പ്രസവിച്ചപ്പോൾ ഞാൻ അപ്പൊ തന്നെ പോയി ടർഫ് ബുക്ക് ചെയ്ത് ഫുട്ബോളൊക്കെ കളിച്ചായിരുന്നു. ഇപ്പൊ കുഴപ്പമില്ല, ഇപ്പൊ അടുത്ത പ്രഗ്നന്റ് ആണ്. നിനക്ക് ഞാനെന്താ ചെണ്ടേ? അടുത്തത് ട്വിൻസ് ആണെന്ന് തോന്നുന്നു. ആ ട്വിൻസാ, 2ഉം കുലുകുന്നുണ്ട്. എന്നെ അങ്ങ് തല്ലിക്കൊല്ലി. എന്റെ അമ്മ പണ്ട് ബാക്ക് ഫ്ലിപ്പ് അടിച്ചപ്പോ ഞാൻ അതുവഴി വയറുവഴി വന്നതായിരുന്നു കേട്ടോ. പ്രസവിച്ച ഉടനെ എന്റെ അമ്മ പോയി മരത്തിൽ കയറി 2 മാങ്ങയൊക്കെ പറിച്ചിട്ട് അത് കട്ട് ചെയ്ത് ഉപ്പിലിട്ട് മുളകൊടിയൊക്കെ തിന്ന് എനിക്ക് അപ്പൊ തന്നെ വായ വെച്ച് തന്നായിരുന്നു. നീ ഇത് അനുഭവിക്കണോടാ. ആയുഷ്കാലം മുഴുവനും നീ ഇത് അനുഭവിക്കണം. മതിയോ ശവത്തി കുത്തിയത്? കുത്തും. ഈ ശവത്തി ഞാൻ ഇനിയും കുത്തും. എന്നെ അത്രയ്ക്ക് കുത്തിയിട്ടുണ്ട്.